മിസ്റ്റർ പിണറായി വിജയൻ, എൻ്റെ അയ്യൻ്റെ പൊന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കൂ എന്ന് പറയാൻ ഒരു ശബ്ദം നമുക്ക് നിയമസഭയിൽ ഉയർന്നോ? നിയമസഭയിൽ ഉയർന്ന ശബ്ദമെല്ലാം നമ്മൾ കേട്ടതാണ്. അവർ വാസവൻ മന്ത്രിയുടെ ഫോട്ടോ ഇടും, ഉടനെ ഇവിടെ സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഇടും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ജോക്കറും ജാക്കിയും കിങ്ങും റാണിയും ഒക്കെ ഇട്ട് കളിക്കുകയായിരുന്നു. ആണോ? ആണോ? ശക്തമായി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ശോഭയെ പോലെ, അതിനു മുമ്പ് നേമത്ത് നിന്ന് കുമ്മനം രാജേട്ടനെ പോലെ, സുരേന്ദ്രനെ പോലെ, വി മുരളീധരനെ പോലെ അംഗങ്ങൾ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരള ജനത ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അതിനുള്ള പ്രായശ്ചിത്തം ഇത്തവണ സംഭവിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് കുറഞ്ഞതൊരു 25 മുതൽ 30 പേര് നിയമസഭയിലെത്തിയാൽ കേരള ജനത എന്ന് ഞാൻ പറയുമ്പോൾ മതേതര സ്വഭാവമുള്ള എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന് സംരക്ഷണമേകുന്ന, ഭരിക്കുന്നവരാരായാലും അവർക്ക് പട്ടുമെത്തയും റോസാപ്പൂ എതള് പിരിച്ച മെത്തയും ഒന്നും നൽകില്ല, മുള്ളു മെത്ത നൽകി മര്യാദയ്ക്ക് ഭരിപ്പിക്കുന്ന ഒരു ശക്തമായ സംഘ ശബ്ദ ശക്തി നിയമസഭയിൽ വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറുകൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ ഉണ്ടാവണം എന്നത് കേരളത്തോടുള്ള എൻ്റെ അഭ്യർത്ഥനയാണ്. ഇത് കേട്ടിട്ടിനി ഇതിൻ്റെ ഓരോ വരിയും ഓരോ വാക്കും എടുത്തു വെച്ച് ഉന്നതൻ, കുല, പിന്നെ പ്രജ എന്നൊക്കെ പറഞ്ഞിട്ടെടുത്ത് മറിക്കാൻ വരും ഓരോരുത്തന്മാർ. അവരോടൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ ഓരോരുത്തരും പറയണം, ഇത് എൻ്റെ മണ്ണിൻ്റെ വിഷയമാണ്, ഇത് എൻ്റെ മണ്ണിൻ്റെ സംരക്ഷണത്തിൻ്റെ വിഷയമാണ്, എൻ്റെ വോട്ട് എൻ്റെ മണ്ണിന് വേണ്ടിയാണ്, എൻ്റെ മണ്ണിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് ഈ ട്രോളന്മാരോട് പറയാൻ സാധിക്കണം.